കാലിക്കറ്റ് സർവകലാശാലയിൽ അനധികൃത അധ്യാപക നിയമനം നടന്നുവെന്ന പരാതിയിൽ വിശദീകരണം തേടി ഗവർണർ. 2019 മുതൽ 2022 വരെ നടന്ന അനധികൃത അധ്യാപക നിയമനം മൂലം സർവകലാശാലയ്ക്കുണ്ടായ സാമ്പത്തിക നഷ്ടം കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതിക്കാരനായ ഡോക്ടർ ജോഷിൻ ജോസഫ് ഗവർണറെ സമീപിച്ചത്. തെറ്റായ സംവരണ റൊട്ടേഷൻ മൂലം ഭിന്നശേഷി വിഭാഗത്തിൽ ലഭിക്കേണ്ടിയിരുന്ന നിയമനം നഷ്ടമായ ഉദ്യോഗാർത്ഥി കൂടിയാണ് ഡോക്ടർ ജോഷിൻ ജോസഫ്. പരാതി ഫയലിൽ സ്വീകരിച്ച ഗവർണർ വൈസ് ചാൻസലർ പി രവീന്ദ്രനോടാണ് വിശദീകരണം തേടിയത്. സാനിയോ മനോമിയുടെ വിശദാംശങ്ങളുമായി. സാനിയോ, ഇപ്പോൾ ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ അനധികൃത അധ്യാപക നിയമനം നടന്നുവെന്ന പരാതിയിലാണ് ഗവർണർ വിശദീകരണം തേടിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തുളസി, നമ്മൾ നിരന്തരമായി വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ അനധികൃത അധ്യാപക നിയമനത്തെക്കുറിച്ചുള്ള പരാതികളെക്കുറിച്ച്. 2019 മുതൽ 2022 വരെ നടന്ന നിയമനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. അസോസിയേറ്റ് പ്രൊഫസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ, പ്രൊഫസർമാർ തുടങ്ങി 82 തസ്തികകളിലാണ് ഇക്കാലയളവിൽ നിയമനം നടന്നത്. ഇത് സംവരണ റൊട്ടേഷൻ തെറ്റിച്ചുകൊണ്ടാണ് ഈ നിയമനമെല്ലാം നടന്നത് എന്നാണ് പരാതിക്കാരൻ്റെ പ്രധാനമായിട്ടുമുള്ള പരാതി. ഇത് കാണിച്ചുകൊണ്ടാണ് ഡോക്ടർ ജോഷിൻ ജോസഫ് ഗവർണർക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് തെറ്റായ സംവരണ റൊട്ടേഷൻ നൽകിയത് മൂലം തനിക്ക്, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന തനിക്ക് നിയമനം ലഭിക്കാതായി എന്നായിരുന്നു പരാതി. നേരത്തെ ഡോക്ടർ അനുപമ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി ഇവർക്ക് നിയമനം നൽകണമെന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജോഷിൻ ജോസഫിൻ്റെ പരാതി എന്ന് പറയുന്നത്. ഏതായാലും പരാതിയിൽ ഇപ്പോൾ ഗവർണർ ഇടപെട്ടിരിക്കുകയാണ്. ഗവർണർ മുൻ വൈസ് ചാൻസലർക്കെതിരായി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പരാതിയിൽ ഇടപെട്ടിരിക്കുന്നത്. നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രന് ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ഇത് അനധികൃതമായാണ് നടന്നതെന്ന് തെളിഞ്ഞാൽ അന്നത്തെ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഈ പണം തിരികെ ഈടാക്കാനുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നും ഈ പരാതിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. തുളസി, സാനിയോ, 2019 മുതൽ 2022 വരെ, അതായത് ആ സമയത്ത് നടന്ന അനധികൃത അധ്യാപക നിയമനം മൂലം സർവകലാശാലയ്ക്കുണ്ടായ സാമ്പത്തിക നഷ്ടം ഇത് കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന ആവശ്യമാണ് ഈ പരാതിയിൽ ഡോക്ടർ ജോഷിൻ ജോസഫ് ഗവർണറെ സമീപിച്ചപ്പോൾ ഈ പരാതി ഉന്നയിച്ച കാര്യം. ഇങ്ങനെ ഒരു കാര്യം കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു വലിയ സാമ്പത്തിക നഷ്ടം കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ്, ഔദ്യോഗികമായ വിശദീകരണം ഗവർണർക്ക് സമർപ്പിച്ചില്ല, പക്ഷേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം വരുന്നത്? ഇതിലിപ്പോൾ നിലവിൽ വിശദീകരണം ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് 2019 മുതൽ നടന്ന നിയമനങ്ങളെക്കുറിച്ചാണ് പരാതി. അന്ന് മറ്റൊരു വൈസ് ചാൻസലറായിരുന്നു, ഇന്ന് ഡോക്ടർ പി രവീന്ദ്രൻ. അന്ന് MK ജയരാജ് ആണെങ്കിൽ ഇന്ന് ഡോക്ടർ പി രവീന്ദ്രനാണ് വൈസ് ചാൻസലറായി ഉള്ളത്. ഏതായാലും ആ വിഷയത്തിൽ 2019 ആ നിയമനത്തിൽ തന്നെ ഡോക്ടർ അനുപമയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആദ്യം നിയമനം നടത്തണമെന്ന് പറയുകയും പിന്നീട് സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്യുകയും എല്ലാം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതേ നിയമത്തിൻ്റെ ആനുകൂല്യം തനിക്കും കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജോഷിൻ ജോസഫ് പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായും ജോഷിൻ ജോസഫിന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നതിൽ സംശയവുമില്ല. ഏതായാലും 2019 മുതൽ 2022 വരെ നടന്ന 82 നിയമനങ്ങളെക്കുറിച്ചാണ് ഇത്തരത്തിൽ വലിയൊരു പരാതിയുള്ളത്. ഒന്നും രണ്ടും നിയമനങ്ങളല്ല, 82 നിയമനങ്ങൾ എന്ന് പറയുന്നത് ചെറുതുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ MK ജയരാജും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ പണം ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ജോഷിൻ്റെ പരാതി ഉള്ളത്. ആ പരാതിയാണ് ഇപ്പോൾ ഗവർണർ ഫയലിൽ സ്വീകരിക്കുകയും പുതിയ വൈസ് ചാൻസലറായ ഡോക്ടർ പി രവീന്ദ്രനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുള്ളത്. ഈ വിശദീകരണം തേടുമ്പോൾ സ്വാഭാവികമായും പഴയ VC-യുമായും മറ്റും കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമായിരിക്കും സർവകലാശാല ഒരു വിശദീകരണം നൽകുക എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഓക്കെ സുരേഷ്, ക്ഷമിക്കണം, സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.